ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്വന്തം താൽപര്യവും ഇഷ്ടവും യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതിയിൽ ചേർത്തെന്ന ആക്ഷേപം. ബില്ലിൽ മന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന പുതിയൊരു വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധി പദവികളിൽ നിയോഗിക്കപ്പെടുന്ന പ്രൈവറ്റ് കോളേജ് അധ്യാപകർക്ക് പദവിയിലിരിക്കുന്ന കാലയളവ് ഔദ്യോഗിക അവധിയായി കണക്കിലാക്കുന്ന പുതിയ വകുപ്പാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മാർച്ച് 3-നാണ് നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കാനിരിക്കുന്നതും. എസ് ശാലിനി വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം തന്നെയാണ് ഉയർന്നിരിക്കുന്നതിൽ വസ്തുത എത്രത്തോളം, എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്? കൂടുതൽ വിവരങ്ങൾ. അനു, നാളെയാണ് നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നത്. ഈ നിയമസഭാ സമ്മേളനത്തിലാണ് സ്വകാര്യ സർവകലാശാല ബില്ല് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഏറെ വിവാദമായ, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട, അധ്യാപക സംഘടനകൾ അടക്കം എതിർപ്പറിയിച്ച ഒരു ബില്ലാണ് നാളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ബില്ലിലാണ് ഇഷ്ടക്കാർക്കും ഒപ്പം തന്നെ തനിക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള ചില വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിദ്യാഭ്യാസ വിദഗ്ധർ അടക്കമുള്ളവരാണ് ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. പ്രധാനമായും ഈ പ്രൈവറ്റ് കോളേജ് അധ്യാപകർ, ഗവൺമെന്റ് കോളേജ് അധ്യാപകരൊക്കെ പല ജനപ്രതിനിധി സ്ഥാനങ്ങളിൽ ചുമതല വഹിക്കാറുണ്ട്. കോർപ്പറേഷൻ മേയർ, ഒപ്പം തന്നെ MLA, അങ്ങനെ വിവിധ പദവികളിൽ ഇരിക്കാറുണ്ട്. ഇത്തരക്കാർക്ക് ആ ഇരിക്കുന്ന കാലയളവ് അവധിയായി, അതായത് അവരുടെ അംഗീകൃത അവധിയായി കണക്കാക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതായത് ഈ പദവിയിൽ ഇരിക്കുന്ന കാലയളവ് ഔദ്യോഗിക അവധിയായി കണക്കാക്കിക്കൊണ്ട് പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിന് ഗുണകരമാകുന്ന രീതിയിൽ ഒരു വകുപ്പ് അത് മന്ത്രി ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പക്ഷേ നാളെ ഒരു കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ചുമതലകൾ ഒഴിയുമ്പോൾ അവർക്ക് കൂടി അനുകൂലമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിലാണ് ഈ ഒരു ബില്ല് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഉയർന്നിട്ടുണ്ട്. ഇടത് അധ്യാപക സംഘടനകളടക്കം വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെയാണ് അവർക്കടക്കം ആനുകൂല്യങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ അവരെ അടക്കം ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഈ ഇത്തരത്തിലൊരു വകുപ്പ് കൂടി ഈ ബില്ലിൽ ചേർക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഈ എയ്ഡഡ് കോളേജ് അധ്യാപകർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ട് കേരള സർവീസ് ചട്ടങ്ങളിൽ 2021 ഭേദഗതി വരുത്തിയത്. പക്ഷേ അത് സുപ്രീം കോടതി തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതടക്കം നിലനിൽക്കെയാണ് സർക്കാർ ധൃതി പിടിച്ച് ഈ വകുപ്പ് ഈ നിയമ ഭേദഗതിയിൽ ചേർത്തുകൊണ്ട് അത് നിയമമാക്കി മാറ്റാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ കാര്യം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ 2005 മുതൽ 2010 വരെയുള്ള 5 വർഷ കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തൃശൂർ കോർപ്പറേഷന്റെ മേയറായിരുന്നു. ഈ തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് സ്വമേധയാ വിരമിച്ചുകൊണ്ട് ജനപ്രതിനിധിയായി മത്സരിക്കുകയും പിന്നീട് തുടർന്നിങ്ങോട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പദവിയിൽ അടക്കം എത്തിയ ഒരു സാഹചര്യമുണ്ട്. അവരുടെ വിരമിക്കൽ കാലാവധി ആയിരിക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ അടക്കം, ഒപ്പം തന്നെ ഈ സർവീസ് കാലങ്ങളിൽ ഇരുന്ന പെൻഷൻ അടക്കം വാങ്ങാൻ ഈ ഒരു ഔദ്യോഗിക അവധി ഗുണകരമാകും എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മന്ത്രിയുടെ ഈ ഒരു വകുപ്പിനെതിരെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഈ മാറി നിൽക്കുന്ന കാലയളവ് എങ്ങനെ ഔദ്യോഗിക അവധിയായി കണക്കാക്കി ആ 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ കാലത്തെ പെൻഷൻ കൂടി നൽകും എന്നുള്ളൊരു ചോദ്യമാണ് സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. എന്തായാലും നാളെ ബില്ല് അവതരിപ്പിക്കുകയാണ്. പ്രതിപക്ഷം അടക്കം വലിയ രീതിയിൽ പിന്തുണ അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് ഈ ബില്ല് കടക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ ഈ ബില്ല് നിയമസഭാ സമ്മേളനം പാസാക്കി, ഔദ്യോഗികമായി പാസാക്കി രാജ്ഭവനിലേക്ക് അയക്കുകയാണെങ്കിൽ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ ഇതിനെ ഏത് രീതിയിൽ കണക്കാക്കും, ഒപ്പം തന്നെ അതിൽ ഒപ്പുവെക്കുമോ അദ്ദേഹം എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അനു.